അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ എല്ലാ ബോയിംഗ് വിമാനങ്ങളിലും പരിശോധന നടത്താൻ DGCAയുടെ ഉത്തരവ് വന്നു. വിമാനത്തിൽ പക്ഷി ഇടിച്ചിട്ടില്ലെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. പൈലറ്റുമാർക്ക് പിഴ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്നും കണ്ടെത്തിയിരിക്കുന്നു. ബ്ലാക്ക് ബോക്സിന്റെ വിശദ പരിശോധന തുടരുകയാണ്. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് എയർ ഇന്ത്യ CEO പറയുന്നു. ദുരന്തഭൂമിയിൽ നിന്ന് അഹമ്മദാബാദിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനും വിഷ്ണു സുരേഷും തത്സമയം ചേരുന്നു. ആദ്യം ശ്രീനാഥിലേക്ക്. ശ്രീനാഥ്, ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഏവിയേഷൻ പരിശോധന നടത്താൻ തീരുമാനിക്കുന്നു. മാത്രമല്ല ബോയിങ് സർവീസുകളുടെ കാര്യത്തിലൊക്കെ ചില നിഷ്കർഷകൾ കൊണ്ടുവരാൻ അവർ തീരുമാനിക്കുന്നുവെന്ന വാർത്തകളുണ്ട്. ബോയിങ് വിമാനങ്ങളിൽ സഞ്ചരിക്കുന്ന ആളുകൾക്കും അല്ലാതെ കുറച്ച് ഭീതിയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പറയൂ വിവരങ്ങൾ. ഞാനിപ്പോൾ ഈ അപകടം നടന്ന മേഖലയിൽ തന്നെയാണ് ഉള്ളത്. ഇവിടെ ഇന്ന് രാവിലെ തെരച്ചിലിൽ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തതാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട നിർണായകമായൊരു ഘട്ടം. ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ റൂഫിലാണ്, അതായത് വിമാനം തകർന്നു കിടന്ന മുകൾ നിലയിലാണ്, റൂഫിലാണ് ഈ ബ്ലാക്ക് ബോക്സും ഉണ്ടായിരുന്നത്. ബ്ലാക്ക് ബോക്സ് വിശദമായി പരിശോധിച്ചാൽ അതിൽ നിന്ന് നമുക്ക് കൃത്യമായി തന്നെ എന്തായിരുന്നു അവസാന നിമിഷങ്ങളിൽ സംഭവിച്ചത് എന്നതിനെക്കുറിച്ചൊരു വ്യക്തത വരും. ക്യാപ്റ്റന്മാർ തമ്മിൽ സംസാരിച്ച വിവരങ്ങൾ, വിമാനത്തിൻ്റെ സാങ്കേതികമായ ഏതെങ്കിലും തകരാറ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തരത്തിലുള്ള വിവരങ്ങളൊക്കെ തന്നെ ലഭിക്കുകയും ചെയ്യും. നിലവിൽ വിമാനം തകരേണ്ട ഒരു സാഹചര്യം ബാഹ്യമായി ഉണ്ടായിരുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ബോയിങ് ഈ വിമാനം 787 എന്ന ഡ്രീം ലൈനർ വിമാനം അത് സമീപകാലത്തൊന്നും ഏതെങ്കിലും തരത്തിൽ വലിയ അപകടത്തിലൊന്നും പെട്ടിട്ടില്ല. 2009 ഈ വിമാനം ബോയിങ് പുറത്തിറക്കിയതിന് ശേഷം അത്തരത്തിലുള്ള അപകടങ്ങളിൽ അത് പെട്ടിട്ടില്ല. 737 ആണ് യഥാർത്ഥത്തിൽ ബോയിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് അപകടങ്ങളിൽ പെട്ടിട്ടുള്ള സീരീസ്. മാത്രവുമല്ല, വിമാനം പറത്തിയ പൈലറ്റ്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിചയ സമ്പന്നതയുണ്ട്. 8000 മണിക്കൂറിലധികം പറത്തിയ പരിചയ സമ്പന്നതയുള്ള ക്യാപ്റ്റന്മാരാണ്. മാത്രമല്ല, ഈ വിമാനത്തിന് ഒരുപാട് പഴക്കമില്ല, 11 വർഷം മാത്രമേ ആവുന്നുള്ളൂ. എയർ ഇന്ത്യ ഈ വിമാനം വാങ്ങിയതിന് ശേഷം ഏതാണ്ട് 20 മുതൽ 30 വർഷം വരെ പറത്താൻ കഴിയുന്ന വിമാനങ്ങളാണ് ഇത്. അങ്ങനെ ബാഹ്യമായ ഏതെങ്കിലും സാഹചര്യങ്ങൾ ഈ ഒരു അപകടത്തിലേക്ക് നയിക്കാൻ ഇല്ല. കാലാവസ്ഥയും അനുകൂലമായിരുന്നു, വലിയ കാറ്റോ മറ്റോ ഉണ്ടായിരുന്നില്ല, വിസിബിലിറ്റി 6 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഉണ്ടായിരുന്നു. അപ്പോഴാണ് പിന്നെ എന്താണ് അപകടത്തിലേക്ക് നയിച്ചത് എന്ന ചോദ്യം വരുന്നത്. എഞ്ചിനുകൾ രണ്ടും ഒരുമിച്ച് നിന്നുപോയി എന്നുള്ളൊരു സംശയമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. DGCA ഇപ്പോൾ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ പരിശോധിക്കുമ്പോൾ DGCAയ്ക്കും ആ തരത്തിലുള്ള സംശയങ്ങൾ തന്നെ ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്. ഏതായാലും എയർ ഇന്ത്യക്ക് ഇപ്പോൾ ബോയിങ് 787 വിമാനങ്ങൾ ഉപയോഗിക്കുന്നതിന് തൊട്ടു മുമ്പ് പാലിക്കേണ്ട പുതിയ സുരക്ഷാ മാർഗ്ഗനിർദ്ദേശങ്ങൾ DGCA നൽകിയിട്ടുണ്ട്. അതിൽ അക്കമിട്ട് പറയുന്നുണ്ട്, ഇൻസ്പെക്ഷൻ ഓഫ് ഫ്യൂവൽ പാരാമീറ്റേഴ്സ് മോണിറ്ററിംഗ് ആൻഡ് അസോസിയേറ്റഡ് സിസ്റ്റം ചെക്സ് 1, അതായത് ഇന്ധനവുമായി ബന്ധപ്പെട്ട് ഇന്ധന ടാങ്കുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടത്തണം. ക്യാബിൻ എയർ കംപ്രഷർ ആൻഡ് അസോസിയേറ്റഡ് സിസ്റ്റം ചെക്സ്, ഈ ക്യാബിനകത്ത് വിമാനത്തിനകത്തെ മർദ്ദം പരിശോധിക്കുന്നത്. ഇലക്ട്രിക് എഞ്ചിൻ കൺട്രോൾ ആൻഡ് സിസ്റ്റം ടെസ്റ്റ്, ഈ എഞ്ചിനുമായി ബന്ധപ്പെട്ട പരിശോധനകൾ. എഞ്ചിൻ ഫ്യൂവൽ ഡ്രിവൺ ആക്യുവേറ്റർ ഓപ്പറേഷണൽ ടെസ്റ്റ് ആൻഡ് ഓയിൽ സിസ്റ്റം ചെക്ക്, അതും എഞ്ചിനുമായി ബന്ധപ്പെട്ടത്. ഒരു എഞ്ചിൻ ഫെയിൽ എന്നുള്ള സംശയത്തിലേക്കാണ് ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത്. ഒപ്പം തന്നെ ഹൈഡ്രോളിക് സിസ്റ്റം, ടേക്ക് ഓഫ് റിവ്യൂ ഓഫ് ടേക്ക് ഓഫ് പാരാമീറ്റേഴ്സ് എന്നതാണ് ഇതിൽ പറയുന്ന നിർദ്ദേശങ്ങൾ. അങ്ങനെ എയർ ഇന്ത്യക്ക് ഇനി ബോയിങ് വിമാനങ്ങൾ, ഈ അപകടത്തിൽപ്പെട്ട വിമാനങ്ങൾ പറത്തുന്നതിന് മുൻപ് കർശനമായ പരിശോധനകൾ നടത്തണം എന്നതാണ് DGCA മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം. ഈ നിർദ്ദേശങ്ങൾ വായിക്കുമ്പോഴാണ് എഞ്ചിൻ ഫെയിലിയർ ആകാനുള്ള ഒരു സാധ്യത DGCA പോലും കാണുന്നുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും അന്വേഷണം നടക്കണം. ബ്ലാക്ക് ബോക്സിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ നിർണായകമാണ്. ഇന്ന് രാവിലെ എയർ ഇന്ത്യയുടെ CEO ക്യാമ്പൽ വിൽസൺ ഇവിടേക്ക് എത്തിയതാണ്. അദ്ദേഹം അല്പസമയം മുമ്പ് ഒരു വീഡിയോ സന്ദേശം പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ഹൃദയഭേദകമായ കാഴ്ചയാണ് തനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. എന്നാലും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായി തന്നെ കമ്പനി സഹകരിക്കും, സുതാര്യമായ വിവരങ്ങൾ കൈമാറുകയും ചെയ്യും. മാത്രമല്ല, അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി സഹായം നൽകാൻ വേണ്ടി 100 ഉദ്യോഗസ്ഥരെങ്കിലും ഈ മേഖലയിലേക്ക് അഹമ്മദാബാദിലേക്ക് എത്തിക്കുന്നുണ്ട്. 40 എഞ്ചിനീയർമാരുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ 40 പേരുടെ സംഘത്തെയും ഇവിടെ എത്തിക്കുന്നുണ്ട്. അങ്ങനെ വിപുലമായൊരു സംഘത്തെ എയർ ഇന്ത്യ ഈ നടപടിക്രമങ്ങൾക്ക് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചതാണ്. എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഈ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തും. അവിടെയാണ് അമേരിക്കൻ ഏജൻസിയുടെ കൂടി ഒരു സഹകരണം വരുന്നത്. അവർ കൂടി ഒരു സംഘത്തെ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അമേരിക്കൻ സംഘവും ഇന്ന് അഹമ്മദാബാദിൽ എത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനാണ് ഒരു സംഘത്തെ ഇതുമായി ബന്ധപ്പെട്ട് അയച്ചിട്ടുള്ളത്. ബോയിങ്ങും ഒരു സംഘത്തെ അയച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധ തലങ്ങളിലുള്ള സംഘം അവിടെ പ്രവർത്തിക്കുന്നു. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി ഈ ദുരന്ത മേഖലയിലെത്തി, ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളുമായി സംസാരിച്ചു. ഈ അപകടത്തിൽ നിന്ന് വിമാനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന രക്ഷപ്പെട്ട ഒരേ ഒരാൾ രമേശ് വിശ്വാസ് കുമാർ, അദ്ദേഹത്തെ നേരിൽ കണ്ട് പ്രധാനമന്ത്രി ആശ്വസിപ്പിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അതിനുശേഷം ഒരു ഉന്നതതല യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു. പിന്നീട് മുൻ മുഖ്യമന്ത്രി വിജയ് റൂപാണിയുടെ വസതിയിലെത്തി അവരുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്താണ് പ്രധാനമന്ത്രി മടങ്ങുകയും ചെയ്തത്. ശ്രീനാഥ് ചന്ദ്രനാണ് അഹമ്മദാബാദിലെ ദുരന്ത മണ്ണിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്.